ലഹരി വിരുദ്ധ പ്രചാരകനും മോട്ടിവേറ്ററുമായ മുൻ പോലീസുകാരൻ ഫിലിപ്പ് അമ്പാടിന്റെ അറസ്റ്റിനെ തുടർന്ന് വലിയ പ്രചാരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം കൂടെയില്ല, അദ്ദേഹം ഒറ്റയ്ക്കാണ്, അത്തരത്തിൽ പലവിധ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബമാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇസ എന്ന ഡോളി, മകൾ അമേയ, ഒപ്പം അദ്ദേഹത്തിന്റെ അഭിഭാഷകനും നമ്മുടെ കൂടെയുണ്ട്. വലിയ പ്രചാരണങ്ങളാണല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ. കുടുംബം കൂടെയുണ്ട് എന്ന് തന്നെ ഒരു വലിയ സന്ദേശമാണോ നൽകുന്നത്? അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഈ കേസ് നിയമപരമായിട്ടുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. അതെ, വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ. ഇപ്പം ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. നമ്മളിപ്പോൾ നിയമപരമായിട്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. നാസർ വക്കീലിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം പറയുന്നത് നമുക്ക് നിരപരാധിത്വം തെളിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൽ അപ്പുറം കൂടുതലൊന്നും നമുക്ക് ഇനിയിപ്പോൾ പറയാനില്ല. കുടുംബം കൂടെയുണ്ട്. കുടുംബം കൂടെയുണ്ട്. കുടുംബം പപ്പയുടെ കൂടെയാണ്. ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. യാതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്കില്ല. മറ്റ് പ്രചാരണങ്ങൾ പറയുന്നവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. സത്യാവസ്ഥ എന്നാൽ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കെന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കുക മാത്രമേ നമ്മളുടെ ഉത്തരവാദിത്തമേ ഉള്ളൂ. ഇപ്പോൾ അതിപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അഭിഭാഷകൻ ശ്രീ യാസർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് കേസിന്റെ നിലവിലൊരു അവസ്ഥ? പ്രധാനമായിട്ടും എനിക്കും ഈ കുടുംബം കൂടെയില്ല എന്നുള്ള വ്യാപകമായ പ്രചരണം കാണുന്നു. അത് തെറ്റാണെന്നുള്ളതാണ് എനിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത്. കാരണം നമുക്ക് ഈ കേസിൻ്റെ തുടക്കം തൊട്ട് ഇതിൻ്റെ നിയമപരമായ എല്ലാ കാര്യങ്ങൾക്കും, ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുടുംബം, പ്രത്യേകിച്ച് ഭാര്യയും മക്കളും തന്നെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളതും. ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും കുടുംബമാണ്. അപ്പോൾ അവർ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രതിയുടെ ആരോപിക്കപ്പെടുന്ന കുറ്റം അത് നിരപരാധിത്വം കോടതി മുമ്പാകെ തെളിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി എന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിയമപരമായി നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേസിന്റെ സ്ഥിതി എങ്ങനെയാണ്? കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം എന്നുള്ള രൂപത്തിൽ, ഒരു അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ എനിക്ക് അതിൻ്റെ മെറിറ്റിലേക്ക് കടക്കാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും ഇവരുടെ കുടുംബമൊക്കെ പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ തെളിയിക്കാൻ അതിൻ്റെ മാക്സിമം പരമാവധി നമ്മൾ ശ്രമിക്കും. ഈ പല പ്രചാരണങ്ങളും നടക്കുന്നത് താങ്കൾ ഫിലിപ്പ് സാറിൻ്റെ കൂടെയല്ല, വേറെയാണ് താമസിക്കുന്നത്, വീട്ടിലാരുമില്ല, അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ്. എനിക്കൊരു ബിസിനസ് ഉണ്ട്. അതിൻ്റെ കാര്യത്തിന് ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട്. അവിടെ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. പിന്നെ എല്ലാവരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ, എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. അതിപ്പോൾ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കാണും. അത് സ്വാഭാവികമല്ലേ. കുടുംബത്തിൽ പ്രശ്നങ്ങളിൽ കുടുംബം ഇല്ല, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഈ കേസ് ആസൂത്രിതമാണ്, അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ട് പരാതിയെ കുറിച്ച്? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേസ് നടക്കട്ടെ. കോടതിയുടെ മുമ്പിലിരിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും പറയാൻ കഴിയുകയില്ല. പക്ഷേ കുടുംബം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അതല്ലാതെയുള്ള പ്രചാരണങ്ങൾ പച്ചക്കള്ളമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും അഭിഭാഷകനും വ്യക്തമാക്കുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.